അത് ബീഹാറുകാർ അതിനെ മാലേ എന്നാണ് വിളിക്കുന്നത്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാലേ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല അവർ വിളിക്കുന്നത്. അതിന് പല ഭാഗങ്ങളിലുമുള്ള ബഹുജന പിന്തുണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് ബീഹാറിലെ പല പല ഭാഗങ്ങളിലും അതുണ്ടാക്കുന്ന സാധാരണ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന വിശ്വാസം അത് വളരെ വളരെ നമുക്ക് പ്രകടമാണ്. അപ്പൊ അതും നാം മറക്കേണ്ടത് മാവോയിസ്റ്റ് മാർഗത്തിൽ നിന്ന്, അതായത് സായുധ സമരപാതയുടെ അനിഷേധ്യ നേതാവായിരുന്ന VM, അതായത് ചാരു മജുംദാറിന് ശേഷം ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന നേതാവും സൈദ്ധാന്തികനുമായ VM മിശ്ര ഈ സായുധ സമരപാത ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മാസ് ലൈൻ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു വിപ്ലവ പാർട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ചൈനയുടെയും റഷ്യയുടെയും സൈദ്ധാന്തിക പിന്തുണ പുറകെ പോകാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ് CPIM മാല. അത് ഇപ്പോൾ കൽക്കട്ടയിലും ഡൽഹിയിലും താങ്കൾ പറഞ്ഞ പോലെയുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തിന്റെ പ്രശ്നം മുഖ്യ പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എന്ന് തിരിച്ചറിയണം. സോവിയറ്റ് യൂണിയൻ ആയാലും ചൈനയായാലും വിയറ്റ്നാം ആയാലും ക്യൂബയായാലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രതിസന്ധിയുടെ ഹൃദയം ജനാധിപത്യമാണ്. അതാണ് മാലയുടെ വിജയം കാണിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അത് കേന്ദ്രീകൃത ജനാധിപത്യം എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നുള്ള ഓമന പേരിലുള്ള പാർട്ടിയല്ല. അത് വിശാലമായ അർത്ഥത്തിൽ ഞാനും നിങ്ങളും ജനങ്ങളും തിരിച്ചറിയുന്ന രീതിയിലുള്ള ജനാധിപത്യത്തിൽ അടിസ്ഥാനമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവണം. അത് സാർവദേശീയമായി അതിനെ ഒറ്റയ്ക്ക് അത് കേരള യൂണിറ്റ് പിണറായിയുടെ നേതൃത്വത്തിൽ ഭരണവിജയം മാത്രം ആഘോഷിച്ച് തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പറഞ്ഞ്, തൊഴിലാളി വർഗ രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കേണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിയുക. ഇങ്ങനെ അടിസ്ഥാനപരമായി ജനാധിപത്യം ആ ഗോർബച്ചേവിന്റെ പരിഷ്കരണ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഞാനും സഖാവ് EMS പോലെ തന്നെ വലിയ ശുഭാപ്തി വിശ്വാസിയായിരുന്നു. സഖാവ് EMS ആണ് പറയുന്നത്, ആദ്യമായിട്ട് ദേശാഭിമാനി ലേഖനം എഴുതുന്നത് ഗോർബച്ചേവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പുതിയ രീതിയിലേക്കുണ്ടെന്ന് ഞാൻ അതിൽ കൂടുതൽ കാലം പ്രതീക്ഷിച്ചു. കാരണം അവിടെ ജനാധിപത്യം എന്തെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നുഴഞ്ഞു കയറ്റവും ഒരു വഞ്ചകനാണ് ഗോർബച്ചേവ് എന്ന് പറയുമ്പോൾ, അതുവരെ ലെനിന് ശേഷം നിലനിന്ന സോവിയറ്റ് പ്രതിസന്ധിയിൽ ജനാധിപത്യം എന്ന പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ നേതാവായിരുന്നു ഗോർബച്ചേവ്. അത് പിന്നെ അദ്ദേഹത്തിന്റെ വഴിതെറ്റിപ്പോയി. അദ്ദേഹം എങ്ങനെ ഒരു പാശ്ചാത്യ മുതലാളിത്തത്തിന്റെ കാമുകനായി അദ്ദേഹം വിലക്കെടുക്കപ്പെട്ടതാണോ എല്ലാം നമുക്ക് പരിശോധിക്കാം. എന്നാൽ ഒരു കാര്യം കൃത്യമാണ്, അവിടെയുള്ള രോഗത്തിന് പ്രതിവിധി ജനാധിപത്യമാണ്. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മോർ ഡെമോക്രസി, മോർ സോഷ്യൽ ബിസിനസ്.